വി ജയശങ്കറിനൊപ്പം കോൺഗ്രസ് നേതാവ് കെ മുരളീധരനുണ്ട്. അദ്ദേഹത്തിലേക്ക് തത്സമയം പോവുകയാണ്. ജയശങ്കർ, എന്താണ് ഈ വിഷയത്തിലും ഈ വിവാദങ്ങളിലുമൊക്കെ കെ മുരളീധരന് പറയാനുള്ളത്? ADGP റാം മാധവ് കൂടിക്കാഴ്ചയിൽ കെ മുരളീധരൻ പ്രതികരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ADGP റാം മാധവ് എന്ന RSS നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന വിവരങ്ങൾ പുറത്തു വരികയാണ്. 16 മാസം കഴിഞ്ഞു. മുഖ്യമന്ത്രിയെ ഇന്റലിജൻസ് വിഭാഗം ഇക്കാര്യം അറിയിച്ചു. പക്ഷേ ഇതുവരെ മുഖ്യമന്ത്രി നടപടി എടുത്തിട്ടില്ല. ഇക്കാര്യത്തിൽ ഒരു പരസ്യ പ്രതികരണത്തിന് CPM ഉൾപ്പെടെ തയ്യാറാവുന്നില്ല. അങ്ങനെയൊക്കെ എന്താണ്? അല്ല, ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇതെല്ലാം ഈ അരുൺകുമാർ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും പിണറായി വിജയൻ അജിത് കുമാർ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും പൂർണ്ണമായിട്ടും പിണറായി വിജയന് വേണ്ടി ചെയ്യുന്നതാണ്. അതായത് കേരളത്തിൽ പ്രകാശ് ജാവേദ്കർ മുന്നോട്ട് വെച്ചൊരാശയമുണ്ട്. പാർലമെൻറ്റിലേക്ക് കേരളത്തിൽ നിന്ന് ഒരു BJP MP അയച്ചാൽ പിണറായി വിജയൻ്റെ പേരിലുള്ള എല്ലാ കേസുകളും അവസാനിപ്പിക്കാമെന്നും അതിനു പുറമെ അടുത്ത 3-ാം ഊഴം കൂടെ പിണറായിക്ക് അവസരം ഉണ്ടാക്കി കൊടുക്കാമെന്നുള്ളൊരു കണ്ടീഷനാണ് പ്രകാശ് ജാവേദ്കർ മുന്നോട്ട് വെച്ചത്. അപ്പോൾ അതിൻ്റെ കൂടെ ഭാഗമായി BJP RSS നേതാക്കളുമായിട്ടുള്ള ചർച്ചയ്ക്കാണ് തൻ്റെ വിശ്വസ്തനായിട്ടുള്ള അജിത് കുമാറിനെ പിണറായി വിജയൻ ദൂതനായിട്ട് അയച്ചിട്ടുള്ളത്. അതുകൊണ്ടാണോ ഇത്രയായിട്ടും നടപടിയെടുക്കാതെ? തീർച്ചയായിട്ടും ഞാൻ പറയട്ടെ, ഇത്രയേറെ ഗൗരവമായിട്ടുള്ള ആരോപണം ഉത്തരവാദിത്വത്തോടുകൂടെ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചിട്ട് പോലും അക്ഷരം പറയാത്തൊരു മുഖ്യമന്ത്രി എന്തിനധികം ഭയപ്പെടുന്നു? അപ്പം അദ്ദേഹത്തിൻ്റെ കൈകൾ ശുദ്ധമാണെങ്കിൽ അത് മാധ്യമങ്ങളുടെ മുമ്പിലൊന്ന് പറയാനുള്ള ചങ്കൂറ്റ അദ്ദേഹത്തിന് കാണിക്കണ്ടേ? എന്തിനാ ഒളിച്ചുകളി? അദ്ദേഹം പത്രക്കാരെ കാണുന്നില്ല, വരുന്നവരെയൊക്കെ വിരട്ടി വിടുന്നു. അതായത് ഈ ഡീല് പുറത്തറിഞ്ഞതിലുള്ള ഒരു നാണക്കേടിലാണ് ഇപ്പം അദ്ദേഹം. ഏതായാലും BJP CPM അന്തർധാര ഇന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് വ്യക്തമായി കഴിഞ്ഞു. ഇനി CPM എന്തെല്ലാം കസർത്ത് കാണിച്ചാലും ശരി, ഈ ഒരു പാവക്കറ അത് പിണറായിയുടെ കയ്യിൽ നിന്ന് എത്ര തേച്ച് മാച്ച് കളഞ്ഞാലും അത് പോയില്ല. വ്യക്തമായിട്ട് അജിത് കുമാർ ദത്താത്രേയ ഹൊസബോളയായിട്ടുള്ള ചർച്ചയിലും ഇപ്പോൾ റാം മാധവുമായിട്ടുള്ള ചർച്ചയിലും പിണറായിക്ക് വേണ്ടി ഡീൽ ഉറപ്പിച്ചാണ്. കോൺഗ്രസ് രാഷ്ട്രീയപരമായി എന്താണ് പറയുന്നത്? ഇദ്ദേഹത്തെ ഈ പദവിയിൽ നിന്ന് മാറ്റണം, ഇല്ലെങ്കിൽ അത്തരം ആവശ്യങ്ങളുണ്ടോ? ഒപ്പം തന്നെ ഇദ്ദേഹത്തിനെതിരെ മറ്റു ആരോപണങ്ങളും വരുന്നുണ്ട്. ഇദ്ദേഹം കവടിയാറിൽ ലക്ഷങ്ങൾ മതിപ്പുള്ള ഒരു വീട് നിർമ്മിക്കുന്നുണ്ട്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് എങ്ങനെ ഇത്രയും വലിയൊരു കൊട്ടാരം പോലെ വീടുണ്ടാക്കാൻ പറ്റും? അല്ല, സർവീസ് ചട്ടങ്ങൾ ലംഘിച്ച ഒരാൾക്കെതിരായിട്ട് എടുക്കേണ്ട ആക്ഷൻ അത് അജിത് കുമാറിനെതിരായിട്ട് എടുക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. കാരണം ഒരു RSSൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതാക്കളുമായിട്ട് ഒരു IPS ഉദ്യോഗസ്ഥൻ കൂടിക്കാഴ്ച നടത്താൻ പാടില്ല. അത് തന്നെ സർവീസ് ചട്ടങ്ങളുടെ ലംഘനമാണ്. ഇപ്പം ചട്ടം ലംഘിച്ച ആളെ സർവീസിൽ നിന്ന് റിമൂവ് ചെയ്യാൻ റെക്കമെൻഡ് ചെയ്യണം മുഖ്യമന്ത്രി. അടിയന്തരമായിട്ട് ലോ ആൻഡ് ഓർഡർ മാറ്റണം, സസ്പെൻഡ് ചെയ്ത് നിർത്തണം. ബാക്കി കാര്യങ്ങൾ കേന്ദ്രത്തിൽ റിപ്പോർട്ട് കൊടുക്കണം. പക്ഷെ അദ്ദേഹം അത്തരത്തിൽ തയ്യാറായി കഴിഞ്ഞാൽ അങ്ങ് നേരത്തെ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്, അതൊക്കെ അജിത് കുമാർ തിരിച്ച് മുഖ്യമന്ത്രിക്കെതിരെ ഉപയോഗിക്കാനുള്ള സാധ്യതയില്ല. അത് ഭയന്നിട്ടാണോ മുഖ്യമന്ത്രി നടപടി എടുക്കാത്തത്? തീർച്ചയായിട്ടും. അല്ലെങ്കിൽ ഇത്ര വലിയ ഇരട്ടച്ചങ്കൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി ആരെയാണ് ഭയപ്പെടുന്നത്? ഒരു ADGPനെ ഭയപ്പെടേണ്ട ആവശ്യം എന്താ? അതായത് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞല്ലോ, അദ്ദേഹത്തിൻ്റെ മടിശീല ഘനമില്ലാതുകൊണ്ട് വഴിയിൽ കള്ളനെ പേടിക്കേണ്ടെന്ന്. അദ്ദേഹത്തിൻ്റെ മടിശീല നല്ല ഘനമുണ്ട്, അതുകൊണ്ട് കാണുന്നവരൊക്കെ പേടിയാണ് അദ്ദേഹം. വഴിയിലെ കള്ളനെ മാത്രമല്ല, എല്ലാവരെ കാണുമ്പോഴും പേടിയാണ് അദ്ദേഹത്തിന്. ഈ മുകേഷിനെതിരെ സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയില്ല. അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ച സെഷൻസ് കോടതി വിധിയിൽ അപ്പീൽ നൽകില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ സ്വന്തം ആളുകളെ സംരക്ഷിക്കാൻ നിലവിലുണ്ടായിരിക്കുന്ന വിവാദങ്ങളിലാണ് കെ മുരളീധരന്റെ പ്രതികരണം ഉണ്ടാകുന്നത്. അദ്ദേഹം പറയുന്നത് പിണറായി വിജയൻ മുഖ്യമന്ത്രിക്ക് വേണ്ടിയുള്ള കൂടിക്കാഴ്ചയാണ് ADGP നടത്തിയ, അദ്ദേഹത്തിന്റെ മടിയിൽ കനമുണ്ട്, അദ്ദേഹത്തിന് ഭയമാണ് തുടങ്ങിയ കാര്യങ്ങൾ വ്യക്തമാക്കുകയാണ്.